എല്ലാ ദിവസവും ക്ലാസ്സിൽ നിന്ന് പോയി വരുന്ന സാർമാരെ പഠിപ്പിക്കുന്നത് അന്ന് തന്നെ ഇരുന്ന് പഠിക്കും. അപ്പം നമ്മുടെ മെമ്മറി ഇംപ്രിൻ്റ് ആവും. അന്ന് ക്ലാസ്സിൽ എങ്ങനെ സാർമാർ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പഠിച്ചത് അന്ന് എങ്ങനെയും ഒരു കണക്ഷൻ കിട്ടാൻ ഞാൻ ശ്രമിക്കും. ഞാൻ സമയം ഇത്ര മണിക്കൂർ പഠിക്കണം അല്ലെങ്കിൽ അത്ര മണിക്കൂർ പഠിക്കണം എന്നൊന്നും നോക്കത്തില്ല. പഠിച്ച് തീരുന്ന എപ്പോഴാണോ അപ്പോൾ ഞാൻ പഠിച്ചു കഴിയും. എത്ര എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും അത്രയും ഞാൻ പഠിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാ മക്കളും അവിടെയാണ് പഠിച്ചത്. അവരെല്ലാം നല്ല വിജയം കിട്ടി, നല്ല അഭിപ്രായമുണ്ട്. വളരെ നല്ല സ്ഥാപനം, വളരെ സത്യസന്ധരായുള്ള അധ്യാപകർ, കഠിനാധ്വാനികളായിട്ടുള്ള അധ്യാപകർ, അവരുടെ സഹായവും സപ്പോർട്ടും കാരണമാണ് അവന് ഈ വിജയം കിട്ടാൻ പറ്റിയത്. പിന്നെ അവൻ്റെ സ്വന്തം കഠിനാധ്വാനവും. ബ്രില്യൻ്റ് അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ്. സങ്കടം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വേണം സംസാരിക്കാൻ. നമ്മളെല്ലാവരും നമ്മുടെ നോളജ് അങ്ങ് ഷെയർ ചെയ്താൽ എല്ലാവരും പഠിച്ച് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ആ മോഡൽ എക്സാംസ് നമുക്കൊരു മെഷറിംഗ് സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. നമ്മളെവിടെ കിടക്കുന്നു, ബാക്കി എല്ലാവരും എവിടെ കിടക്കുന്നു, നമുക്ക് അവരുടെ അടുത്തെത്താൻ എത്ര യൂസ് ചെയ്യണം, എന്ത് ചെയ്യണം, എത്ര കൂടുതൽ പഠിക്കണം. പിന്നെ മോഡൽ എക്സാംസിലൂടെ നമ്മൾ എന്ത് മറന്നുപോയി, എന്ത് ഇമ്പ്രൂവ് ചെയ്യാം, ഏത് ടോപ്പിക്സ് നമുക്ക് അറിയത്തില്ല, ഏത് ടോപ്പിക്സ് അറിയാം, എന്ത് ഓർക്കണം എന്നെല്ലാം യൂസ് ചെയ്യാം നമുക്ക്. എൻ്റെ പേരൻസ് എപ്പോഴും പറയുന്നത് പഠിക്കുന്നവർ എവിടെ ചെന്നാലും പഠിക്കും. അപ്പോൾ എനിക്ക് കാലിക്കട്ട് ആണേലും എയിംസ് ആണേലും ജിപ്മർ ആണേലും എവിടെ നിന്നാലും എനിക്ക് പറ്റുന്ന അത്രയും പഠിക്കും. എനിക്ക് പറ്റുന്ന അത്രയും മുമ്പ് ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ തന്നെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു എഞ്ചിനീയറും ഒരു ഡോക്ടറെയും കൂടെ ബ്രില്യൻ്റ് അങ്ങനെ സംഭാവന ചെയ്തിരിക്കുകയാണ്. ദാറ്റ്സ് ഓൾസോ വെരി പ്രൗഡ് മൊമെന്റ്. അച്യുത് ശൈലേന്ദർ ഉമേഷ്. ആലപ്പുഴ നീരാറ്റുപുരം സ്വദേശിയായ അച്യുത് ശൈലേന്ദർ ചെത്തിപ്പുഴയിലുള്ള പ്ലാസിഡ് വിദ്യാവിഹാർ സ്കൂളിൽ +1 +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിന്റെ IIT എയിംസ് 2-year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെയാണ് അച്യുത് ഈ വിജയം നേടിയെടുത്തിരിക്കുന്നത്. ഡോക്ടർ ദമ്പതിമാരായ ഉമേഷ് കുമാർ എന്നിന്റെയും രേഷ്മ ബാലകൃഷ്ണന്റെയും മകനായ അച്യുത് ആലപ്പുഴ നീരാറ്റുപുരം സ്വദേശിയാണ്. ഹായ് ഓൾ. അങ്ങനെ 2026 നീറ്റ് എക്സാമിൻ്റെ അല്ലെങ്കിൽ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും മികച്ച ഒരു സ്കോറോടുകൂടി കേരളത്തിലെ തന്നെ ടോപ്പേഴ്സിൽ ഒരാളായി മാറിയിരിക്കുകയാണ് അച്യുത് ശൈലേന്ദർ എന്ന മിടുക്കൻ. അപ്പോൾ അച്യുത്, ആദ്യമേ തന്നെ ഒരു ബിഗ് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഓക്കെ, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഭയങ്കരമായിട്ട്. യെസ്. അപ്പോൾ ഇത്രയും വലിയൊരു വിജയമൊക്കെ സ്വപ്നം കണ്ടിരുന്നോ? ഇല്ല, സ്വപ്നത്തിൽ പോലും വിജയിക്കാൻ പറ്റത്തില്ല എന്ന് ഒരു പെട്ടെന്നൊരു ഞെട്ടി കിട്ടിയ വന്നേക്കുന്ന ദൈവം നമ്മുടെ കൈ തന്നു വന്ന്. ഒരിക്കലും ഇത്ര ഒരു പ്രതീക്ഷിക്കാത്ത ഒരു റാങ്കും മാർക്കും എല്ലാം ഭയങ്കര ഹാപ്പിയാ. ഒരു സർപ്രൈസ് കൂടെ കിട്ടുമ്പോഴത്തേനും ഭയങ്കര ഹാപ്പി. ഓക്കെ, അപ്പോൾ അച്യുതിനെ പറ്റി തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. അച്യുത്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണ്ടി. ഹലോ, ഞാൻ അച്യുത് ശൈലേന്ദ്ര ഉമേഷ. ഞാൻ നീരേട്ടുവരം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ജീവിക്കുന്നത്. ഞാൻ പ്ലാസിഡ് വിദ്യാവിഹാർ ചെത്തിപ്പുഴ സെൻറ്ററിലാണ് പഠിച്ചത്. ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിൽ നിന്നാണ് MBBS കിട്ടുന്നത്. എൻ്റെ പേരൻസ് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഫാദർ ഡോക്ടർ ഉമേഷ് കുമാരൻ TMM തിരുവല്ല മെഡിക്കൽ മിഷനിലെ ജോലി ചെയ്യുന്ന ഒരു ജനറൽ ഫിസീഷ്യനാണ്. അമ്മ ഡോക്ടർ രേഷ്മ ബാലകൃഷ്ണൻ ഒരു അനസ്തീഷ്യോളജിസ്റ്റാണ്. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എടുത്തു പറയേണ്ട ഒരു ഫാക്ടറുണ്ട്. അത് ആക്ച്വലി ഞാൻ അച്യുതിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് അത് അറിഞ്ഞത്. അച്യുതിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ് ഇച്ചിരി സ്പെഷ്യലാണ്. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ ഡോക്ടറാണ്, അമ്മ അനസ്തേഷ്യസ്റ്റാണ്. അമ്മയുടെ ഫാദർ ഇസ് ആക്ച്വലി ആൻ ഒപ്തമോളജിസ്റ്റ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം. പക്ഷേ എന്നെ ഞെട്ടിച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള അതല്ല,
നമ്മുടെ മലയാള സാഹിത്യത്തിൽ തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള തകഴി ശിവശങ്കരപ്പിള്ള സാറിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് അച്യുത് എന്ന് പറയുന്നത്. ശരിക്കും എന്താ പറയുക, ഇത്ര ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫാമിലിയുടെ അടുത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ദാറ്റ് മേക്സ് ദിസ് ഇൻ്റർവ്യൂ ആൻ എക്സ്ട്രാ സ്പെഷ്യൽ വേണം. ഓക്കെ, അപ്പോൾ അച്യുത്, കമ്മിങ് ബാക്ക് ടു അവർ സ്റ്റഡീസ്, അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ നീറ്റ് പഠനമൊക്കെ? ഞാൻ നീറ്റ് എല്ലാ ദിവസവും ക്ലാസ്സിൽ നിന്ന് പോയി വരുന്നത് സാർമാരെ പഠിപ്പിക്കുന്നത് അന്ന് തന്നെ ഇരുന്ന് പഠിക്കും. അപ്പം നമ്മുടെ മെമ്മറി ഇംപ്രിൻ്റ് ആവും. അന്ന് ക്ലാസ്സിൽ എങ്ങനെ സാർമാർ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പഠിച്ചത് അന്ന് എങ്ങനെയും ഒരു കണക്ഷൻ കിട്ടാൻ ഞാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ തന്നെ അത് ഓർമ്മയിലിരിക്കും. നമ്മൾ വിജയിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഓർമ്മയിലിരിക്കും. ഒരു 5 വട്ടം പഠിച്ചാലും അന്ന് ഒരു രാത്രി പഠിക്കുന്ന അത്രയും ഒരു ഗുണം കിട്ടത്തില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. അപ്പോൾ അങ്ങനെ ആ ഒരു സോളിഡ് ബേസ് ഉണ്ടാക്കി ഞാൻ തിയറി എല്ലാം പഠിച്ചപ്പോൾ സോളിഡ് ബേസിൻ്റെ മേത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. എൻ്റെ എക്സ്പെർട്ടീസ് ആ ടോപ്പിക്സിലുള്ള കൂട്ടാൻ നോക്കി. അപ്പോൾ അതായത് ഒന്നും ബാക്കി വെക്കുന്നില്ല, എന്താണോ അന്ന് പഠിച്ചത് അന്ന് തന്നെ നമ്മൾ കവർ ചെയ്യാൻ നോക്കുമായിരുന്നു അല്ലേ? അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു സബ്ജക്റ്റാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടേക്ക് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, ഓൺ ആൻ ആവറേജ് ഒരു വിഷയത്തിന് ഒരു ദിവസം എത്ര മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു? ഞാൻ സമയം ഇത്ര മണിക്കൂർ പഠിക്കണം അല്ലെങ്കിൽ അത്ര മണിക്കൂർ പഠിക്കണം എന്നൊന്നും നോക്കത്തില്ല. പഠിച്ച് തീരുന്ന എപ്പോഴാണോ അപ്പോൾ ഞാൻ പഠിച്ചു കഴിയും. എത്ര എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും അത്രയും ഞാൻ പഠിക്കും. ഒരു ടൈം കൺസ്ട്രെയിൻ അങ്ങനെ വെച്ചിട്ടില്ല. അത് ഭയങ്കര ഒരു റെസ്ട്രിക്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്ര മണിക്കൂർ പഠിച്ചാൽ മതിയും തോന്നും. പക്ഷെ അപ്പം നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ എത്ര പേരാ 22 ലക്ഷം ആൾക്കാരുടെ കൂടെ പരീക്ഷ എഴുതുന്നത്. അപ്പം ഇതിൽ നിന്ന് 1 ലക്ഷം ആൾക്കാരെയും നമ്മൾക്കിടയിൽ 1-2 മണിക്കൂർ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് കൂടി 2 വർഷം സമയത്ത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല അത്ര ഒരു ഡിഫറൻസ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ട്രൈ ചെയ്യും. അറ്റ്ലീസ്റ്റ് ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെർലിൻ്റെ IIT എയിംസ് 2 ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു, ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ +1 +2 ബെർലിൻ്റെ ആ ഒരു ജേർണി? ഭയങ്കര അല്ലേ. അന്ന് ഞങ്ങളുടെ മിസ്സുമാരെ ഞങ്ങളെ എത്ര സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ക്ലാസ്സിലെയും ബ്രില്യനിലെയും 2 പേര് എത്ര സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പഠിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കപ്പോൾ പഠിത്തം മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം അവർ ഹാൻഡിൽ ചെയ്തോളും. അങ്ങനത്തെ ഒരു സപ്പോർട്ടിങ് മെൻറ്റാലിറ്റിയോടെ അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് ട്രീറ്റ് ചെയ്തത് ഞങ്ങളുടെ മാർക്ക് കുറയുമ്പോൾ അവർ ഞങ്ങളുടെ മുഖം കൊണ്ട് തന്നെ മനസ്സിലാവും ഞങ്ങൾക്ക് എന്ത് സങ്കടമുണ്ട്, എന്ത് പ്രശ്നമുണ്ട്. ഞങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അഡ്വൈസ് തന്നിട്ടുണ്ട്, ഇങ്ങനെ പഠിക്കും, ഇത് സഹായിക്കും, അങ്ങനെ. അപ്പോൾ എല്ലാം നല്ല സപ്പോർട്ട് ചെയ്യും. ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ്. സങ്കടം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വേണം സംസാരിക്കാൻ. നമ്മളെല്ലാവരും നമ്മുടെ നോളജ് അങ്ങ് ഷെയർ ചെയ്താൽ എല്ലാവരും പഠിച്ച് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട്. ഒരു പിയർ ഇൻഫ്ലുവൻസ്, ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു പിയർ ഇൻഫ്ലുവൻസ് നമുക്കുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഇതുപോലെ ഉയർന്ന സ്കോറൊക്കെ നേടുന്ന വിദ്യാർത്ഥികളോട് ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു മെഡിസിൻ ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ളത്? അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛത് പറയാൻ പോകുന്ന ഉത്തരം ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അമ്മ, അച്ഛൻ, ഗ്രാൻഡ് ഫാദർ എല്ലാവരും ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. അത് തന്നെയായിരുന്നു ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള അച്യുതിൻ്റെ ഒരു മോട്ടിവേഷൻ? അതോ തൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ഒരു മോട്ടീവ്? അല്ല, ഇത് സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് പേരൻസ് എല്ലാം ഡോക്ടേഴ്സാ, അവർക്ക് പേഷ്യൻസിനെ നോക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നതാണ് അവരുടെ പാഷൻ. അപ്പം ഞാൻ അവരെനിക്ക് തന്ന വഴിയിലൂടെ ഞാൻ നടന്നുപോയി. അത് ഇവിടെ എത്തി, ബ്രില്യൻ്റ് എത്തി, ഞാൻ ഇത്ര മാർക്ക് വാങ്ങുന്നതിലെത്തി, ഞാൻ ഡോക്ടർ ആവുന്നതിൽ എത്തി. ഓക്കെ, സിബ്ലിങ്സ് ആരെങ്കിലൊക്കെ? എനിക്കൊരു ചേട്ടനുണ്ട്, ചേട്ടൻ എഞ്ചിനീയറിംഗ് എടുത്തു. ഓക്കെ, എഞ്ചിനീയറിംഗ് എടുത്തത് ബ്രില്യനിലൂടെ തന്നെയായിരുന്നു? ബ്രില്യനിലൂടെ തന്നെയാണ്. ചേട്ടനും റെസിഡൻഷ്യൽ ബാച്ചിൽ നിന്നാണ് പോയെ. ചേട്ടൻ പിന്നെ ബിറ്റ്സ് പിലാനി ഹൈദരാബാദ് ക്യാമ്പസിൽ നിന്ന് ECE എടുത്തു. ഇപ്പൊ അമേരിക്കയിൽ മാസ്റ്റേഴ്സ് പഠിക്കുക. അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു എഞ്ചിനീയറും ഒരു ഡോക്ടറേയും കൂടെ ബ്രില്യൻ്റ് അങ്ങനെ സംഭാവന ചെയ്തിരിക്കുകയാണ്. ദാറ്റ്സ് ഓൾസോ വെരി പ്രൗഡ് മൊമെന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിജയം അറിഞ്ഞപ്പോൾ പേരൻസിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? പേരൻസിനും എന്നെ പോലെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത്രയും നല്ല റിസൾട്ട് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്ന്. അപ്പം ഞെട്ടിപ്പോയി. സന്തോഷം കൊണ്ട് കരയുന്ന ഒരു വക്കത്ത് എല്ലാവരുമായി അങ്ങ് ചിരിയും കളിയുമായി തീർന്നു. ഒരു ഭയങ്കര സന്തോഷമായ അറ്റ്മോസ്ഫിയർ ആണ്. അവർ ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടേ, എനിക്ക് മാർക്ക് കുറയുമ്പോൾ സങ്കടം വരുന്ന, എനിക്ക് മാർക്ക് കൂടുമ്പോൾ സന്തോഷം വരുന്ന എല്ലാവരും കണ്ടേ. അവർ എൻ്റെ കൂടെ 2 വർഷം നടന്ന് എൻ്റെ കൈ പിടിച്ച് നടന്ന് വരുന്നവർ. അപ്പം എനിക്ക് ഉള്ള സന്തോഷത്തിനെക്കാട്ടി ഫുൾ സന്തോഷം അവർക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം 2026 നീറ്റ് എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി വെരി സ്ട്രെസ്ഫുൾ. റീനീറ്റ് ഒന്നും കൂടി എഴുതേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കാരണം നമ്മൾ ഇതൊന്ന് കഴിഞ്ഞു, ഒന്ന് റിലാക്സ് ആയി എന്ന് എന്താ പറയുക, ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിലാക്സ്ഡ് ടൈമിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കുമാണ്
എന്താ പറയുക വളരെ ഈ സർപ്രൈസിങ് ആയിട്ട് ഷോക്കിംഗ് ആയിട്ട് ആ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത്, ഒന്നുകൂടെ എഴുതണം എന്നുള്ളത്. അത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു ഇമോഷനൊക്കെ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ അതിനെ തരണം ചെയ്ത് പിന്നീട് പഠിക്കാനുണ്ടായ ഒരു മോട്ടിവേഷൻ അതൊക്കെ എങ്ങനെയായിരുന്നു? മെയ് 12 കറക്റ്റ് ഡേറ്റ്. അന്ന് ഇവർ പറഞ്ഞു, ഞങ്ങളെല്ലാം കൂട്ടുകാരെല്ലാം ഒരുമിച്ചിരിക്കുന്ന ഒരു നിമിഷത്തെ അമ്മ വിളിച്ചു പറഞ്ഞു, മോനെ റീനീറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങളെല്ലാവർക്കും ഒരുപോലെ ആ സങ്കടം അടിച്ച് ഞങ്ങളെല്ലാവരും അപ്പം ഈക്വലി ഷെയർ ചെയ്തു. ഒറ്റയ്ക്ക് കേൾക്കുന്നതിനെക്കാട്ടി എളുപ്പമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം വീട്ടിൽ പോയി ചെല്ലുമ്പോൾ ഓർക്കും പറയും, ഇനി ഒന്നുകൂടെ ഇതെല്ലാം ചെയ്യണമല്ലോ ദൈവമേ എന്ന് മനസ്സിലാകും നമുക്ക് ഈ സങ്കടം. പക്ഷെ എങ്ങനെയോ സാധിച്ചെടുത്തു. ബ്രില്യൻ്റ് ഉടനെ ആ വെള്ളിയാഴ്ച തന്നെ പരീക്ഷ ഇട്ട് തുടങ്ങി ബ്രില്യൻ്റ്. അപ്പം ആ പരീക്ഷകൾ എഴുതി പഠിച്ച് നമുക്കിപ്പോഴും ഒന്നും മറന്നിട്ടില്ല, ഇപ്പോഴും എല്ലാം ഓർമ്മയുണ്ടെന്നുള്ള ഒരു മനസ്ഥിതിയിലൂടെയാണ് നമുക്ക് ഒന്നുകൂടെ പഠിക്കാൻ പറ്റിയത്. നമുക്ക് ബാക്കി ആൾക്കാർ പഠിക്കുന്നുണ്ടല്ലോ, നമ്മുടെ അത്രയും തന്നെ അല്ലേ, നമ്മളെ കാട്ടി പഠിച്ചവരല്ലേ, നമ്മളെ കാട്ടി സങ്കടം അനുഭവിക്കുന്നവരല്ലേ എന്ന് ഓർത്തിട്ട് ആ ഒരു ശക്തിയിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. പിന്നെ ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ നിൽക്കത്തില്ല, അവസാനം വരെ നമ്മളങ്ങ് നടന്നു പോകും ആ ഫ്ലോയിൽ. ഓക്കെ, വളരെ എന്താ പറയുക പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് അച്യുത് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസ് അന്ന് തന്നെ നമ്മുടെ ബ്രില്യൻ്റ് ഇട്ട് തന്നു എന്നുള്ളത് മോഡൽ എക്സാംസ്. അപ്പോൾ ഈ മോഡൽ എക്സാംസിനെ പറ്റി എന്താണ് അച്യുതിന് പറയാൻ? ലൈക്ക് എങ്ങനെയാണ് അച്യുതിൻ്റെ ഈ ഒരു നീറ്റ് സക്സസ് അല്ലെങ്കിൽ ഒരു നീറ്റ് ജേണിയിൽ മോഡൽ എക്സാംസിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട്? മോഡൽ എക്സാം ഞാൻ ചെയ്തതിനെക്കാട്ടി കൂടുതൽ ഞാൻ എഴുതിയ മോഡൽ എക്സാംസ് ചെയ്തെന്ന് ഞാൻ പറയും. ബിക്കോസ് ആ മോഡൽ എക്സാംസ് നമുക്കൊരു മെഷറിങ് സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ എവിടെ കിടക്കുന്നു, ബാക്കി എല്ലാവരും എവിടെ കിടക്കുന്നു, നമുക്ക് അവരുടെ അടുത്തെത്താൻ എത്ര യൂസ് ചെയ്യണം, എന്ത് ചെയ്യണം, എത്ര കൂടുതൽ പഠിക്കണം. പിന്നെ മോഡൽ എക്സാംസിലൂടെ നമ്മൾ എന്ത് മറന്നുപോയി, എന്ത് ഇമ്പ്രൂവ് ചെയ്യാം, ഏത് ടോപ്പിക്സ് നമുക്ക് അറിയത്തില്ല, ഏത് ടോപ്പിക്സ് അറിയാം, എന്ത് ഓർക്കണം എന്നെല്ലാം യൂസ് ചെയ്യാം. നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടെ വായിക്കുന്ന കൂട്ടം ഒരു മോഡൽ എക്സാം ചെയ്യുന്നെന്ന് പറയുന്നത്. അതും ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാംസ് ഒന്നും പറയണ്ട, സാർമാർ രാവ് പകലിട്ട ക്വസ്റ്റ്യൻസാണ്, നല്ല ഹൈ ക്വാളിറ്റി ക്വസ്റ്റ്യൻസാണ്, വെരി യൂസ്ഫുൾ. പറ്റുന്ന എല്ലാ പരീക്ഷ എഴുതുക എന്ന് ഞാൻ പറയൂ. എനിക്ക് പറ്റുന്ന പോലെ എല്ലാ പരീക്ഷ എഴുതിയിട്ടുമുണ്ട്. വളരെ മികച്ചൊരു സ്കോർ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇഷ്ടം പോലെ എന്താ പറയുക പ്രീമിയം ക്യാമ്പസുകൾ ഓഫർ ചെയ്യുന്ന കോളേജസ് ഉണ്ട്. ബി എയിംസോ ജിപ്മറോ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, എവിടെ അഡ്മിഷൻ കിട്ടിയാലാണ് അച്യുത് ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുക? ഞാൻ ഒരു കോളേജ് എക്സ്പെക്ട് ചെയ്ത് പോകുന്നില്ല. എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കോളേജ് എക്സ്പെക്ട് ചെയ്ത് പോകുന്നു. എനിക്ക് ഓൾറെഡി ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സന്തോഷം. എനിക്കിനി കോളേജും എനിക്കൊരു വിശ്വാസമുണ്ട്, നല്ല കോളേജ് കിട്ടും. പിന്നെ എൻ്റെ പേരൻസ് എപ്പോഴും പറയുന്നത്, പഠിക്കുന്നവർ എവിടെ ചെന്നാലും പഠിക്കും. അപ്പോൾ എനിക്ക് കാലിക്കട്ട് ആണേലും എയിംസ് ആണേലും ജിപ്മർ ആണേലും എവിടെ നിന്നാലും എനിക്ക് പറ്റുന്ന അത്രയും പഠിക്കും. എനിക്ക് പറ്റുന്ന അത്രയും മുമ്പ് ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ തന്നെ ഒരു വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വിശ്വാസം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആൻഡ് ഫോർ ദ മൊമെന്റ് വളരെ മികച്ചൊരു വിജയം നേടിയിരിക്കുന്നു. വൺസ് അഗൈൻ അതിനൊരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ അച്യുതിൻ്റെ വാക്കുകൾ കേട്ടു. ഇപ്പോൾ ഇത് അച്യുതിൻ്റെ അമ്മയും അച്ഛനും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ സാർ, മാം, നമസ്കാരം. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് എല്ലാവരും, കാരണം അത്രയും മികച്ചൊരു വിജയമാണ് അച്യുത് നേടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? വളരെ സന്തോഷമുണ്ട്. ഈ റിസൾട്ട് പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടാൻ പറ്റിയത്. എല്ലാം ദൈവകാര്യമാണ്, അത്രേ പറയാനുള്ളൂ. ഓക്കെ സാർ. ഓക്കെ, പിന്നെ ബ്രില്യൻ്റ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ സപ്പോർട്ട് അവന് ത്രൂ ഔട്ട് കിട്ടി. അവൻ 11ാം ക്ലാസ് മുതൽ അവിടെ റെസിഡൻഷ്യലായിട്ട് പഠിക്കുന്നുണ്ട് ആസ് എ ഡേ സ്കോളർ. ആൻഡ് അവിടെ നിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടി. അവിടുത്തെ ടീച്ചർമാർ, അവിടുത്തെ അധ്യാപകർ, മെൻറ്റേഴ്സ്, എവരിബഡി, ആ സപ്പോർട്ടും കൊണ്ട് അവന് ഇത്ര ഉന്നത വിജയം കിട്ടി. പിന്നെ അവൻ്റെ കഠിനാധ്വാനം, നത്തിങ് ലെസ് ദാൻ ദാറ്റ്. അവൻ്റെ കഠിനാധ്വാനമാണ് ഏറ്റവും വലുത്. ഓക്കെ, കിട്ടിയിട്ട് ഗ്രേറ്റ് ജോബ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ? അവൻ്റെ ജ്യേഷ്ഠൻ അവിടെ പഠിച്ചതാണ്, അവന് നല്ല വിജയം കിട്ടി. അവനിപ്പോൾ US അമേരിക്കയിൽ MSc ആണ്. ഒന്നത്. രണ്ടാമത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം മക്കൾ അവിടെയാണ് പഠിച്ചത്. അവരെല്ലാം നല്ല വിജയം കിട്ടി, നല്ല അഭിപ്രായമുണ്ട്. വളരെ നല്ല സ്ഥാപനം, വളരെ സത്യസന്ധരായുള്ള അധ്യാപകർ, കഠിനാധ്വാനികളായിട്ടുള്ള അധ്യാപകർ, അവരുടെ സഹായവും സപ്പോർട്ടും കാരണമാണ് അവന് ഈ വിജയം കിട്ടാൻ പറ്റിയത്. പിന്നെ അവൻ്റെ സ്വന്തം കഠിനാധ്വാനവും.
ബ്രില്യൻ്റ് അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡോക്ടർ ഫാമിലി എന്ന് വേണമെങ്കിൽ, കാരണം ജ്യേഷ്ഠൻ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോയി, ബാക്കി ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്ന 3 പേരും അതുപോലെ തന്നെ മാമിൻ്റെ ഫാദറും എല്ലാവരും തന്നെ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിലും കണ്ടു സാറിനെ കാണാൻ വേണ്ടി എന്താ പറയുക ഒരുപാട് പേഷ്യൻസ് അവിടെ വന്ന് ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് വളരെ ചെറിയൊരു സമയം നമുക്ക് സാർ അനുവദിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ സെഷൻ എടുത്തിരിക്കുന്നത്. എനിക്ക് സാറിനോട് ഈ തിരക്കൊക്കെ കണ്ടപ്പോൾ എനിക്കുണ്ടായൊരു എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ഒരുപാട് പേര് നീറ്റിനായി പ്രിപ്പയർ ചെയ്യുന്നു, MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. MBBS കിട്ടിക്കഴിഞ്ഞ് വെൻ ദേ എൻറ്റർ ദ റിയൽ വേൾഡ് ശരിക്കും എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ഹാർഡ് വർക്ക്, സത്യസന്ധമായിട്ടുള്ള കഠിനാധ്വാനം. വിജയത്തിന് അത് മാത്രമേ ഉള്ളൂ. നീറ്റ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാം ആകത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ളിൽ കയറി കഠിനാധ്വാനം, സത്യസന്ധത, ഈ ജോലിയോടുള്ള കടപ്പാട്, രോഗികളോടുള്ള കടപ്പാട്, അതാണ് വിജയം. അല്ലാതെ നീറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് ഒന്നും ആവത്തില്ല. കാരണം ഞാൻ 88 MBBS ജോയിൻ ചെയ്തതാണ്. എനിക്ക് 10ാമത്തെ റാങ്കായിരുന്നു അന്ന് എൻട്രൻസിന്. പക്ഷേ അതുകൊണ്ട് മാത്രമൊന്നും ആകത്തില്ല. നമ്മൾ പിന്നെ പഠിച്ച് മുന്നോട്ട് പോയാലേ വിജയം ആവത്തുള്ളൂ. പിന്നെ എല്ലാം ദൈവകാരുണ്യം, അതാണ് ഏറ്റവും വലുത്. ഓക്കെ സാർ. പിന്നെ കഠിനാധ്വാനം. അപ്പോൾ മാം, അച്യുതിൻ്റെ ചെറുപ്പം മുതലെയുള്ള ഒരു എന്താ പറയുക ഒരു പ്രോഗ്രസ് എങ്ങനെയായിരുന്നു? മാമിൻ്റെ ഒരു ഒബ്സർവേഷൻ, ഇവൻ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? അച്ചു ഒരു 6 വരെയൊക്കെ കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. പക്ഷേ 6, 7 കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് 8ാം ക്ലാസ് ആയതോടുകൂടി, അതിനു മുമ്പും കൺസിസ്റ്റൻ്റ് ആയിരുന്നു, പക്ഷേ 8 കഴിഞ്ഞതോടുകൂടി അവൻ ശരിക്കും ഡെയിലി കൃത്യമായി പഠിക്കുകയും അന്നുള്ള പാഠങ്ങൾ തീർക്കുകയും നല്ല കഠിനാധ്വാനം ചെയ്യുകയും തുടങ്ങി. അത് അവൻ 8 തൊട്ട് ഈ 12 കഴിഞ്ഞ് എൻട്രൻസ് വരെയും അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അവൻ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ വിഷമം വരും. പക്ഷേ പലപ്പോഴും അതിനൊക്കെ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഇപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. അവൻ്റെ ഗ്രാൻഡ് മദറാണ് സത്യത്തിൽ ചെറിയ ക്ലാസ്സുകളിലെല്ലാം അവനെ പഠിപ്പിച്ചത്. ഓക്കെ, ഗ്രാൻഡ് മദർ പറഞ്ഞു പ്രൊഫസറായിരുന്നു. അതെ, ഇപ്പം NSS പന്തളം NSSലെ ഇംഗ്ലീഷിലെ പ്രൊഫസറായിരുന്നു. അപ്പം ബേസിക്കലി എല്ലാ വിഷയങ്ങളും ചെറിയ ഇതിലെ ക്ലാസ്സിൽ ഗ്രാൻഡ് മദർ നന്നായി സഹായിക്കുമായിരുന്നു. പേരൻസ് ഓഫ് കോഴ്സ് ഈ ഒരു ഫീൽഡിലാണ്, മകനും ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വരണമെന്നുള്ള ഒരു തീരുമാനം അത് എവിടുന്നായിരുന്നു? നിങ്ങളുടേതായിരുന്നു അതോ അച്യുത് സ്വയമേ എടുത്തായിരുന്നു? എങ്ങനെയായിരുന്നു? അച്യുതിൻ്റെ സ്വന്തം തീരുമാനം, സ്വന്തം ഇഷ്ടം. അപ്പോൾ അതിന് നമുക്ക് രണ്ടാമതും ചിന്തിക്കേണ്ടിയോ? ഇല്ല, അവന് വേറെ ഒരു ചോയ്സ് പോലും ഇല്ലായിരുന്നു. ചെറുപ്പം മുതൽ ക്ലിയർ കട്ട് എന്താ പറയുക ഒരു എയിം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു വിജയം നേടിയെടുത്തപ്പോൾ? ശരിക്കും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ റാങ്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആകത്തില്ല. ജസ്റ്റ് എന്താ പറയുക, ഒരു ഡോറ് നമുക്ക് തുറന്ന് കിട്ടി. ഇനിയാണ് ശരിക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഓക്കെ, ആ ഡോറ് കിട്ടുക എന്നുള്ളതാണ്, ഡോറ് തുറന്ന് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു നീറ്റ് എൻട്രൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. ആ ഒരു ഡോർ ഏറ്റവും ഭംഗിയായി തന്നെ അച്യുത് തുറന്നിരിക്കുകയാണ്. അപ്പോൾ അത് അറിഞ്ഞപ്പോഴുള്ള ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? സന്തോഷം, ദൈവത്തിനോട് നന്ദിയുമുണ്ട്. ഓക്കെ. അച്ഛൻ്റെ അനുജത്തിയും ഡോക്ടറാണ്. ഇതുപോലെ തന്നെ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കഠിനാധ്വാനിയാണ്. അപ്പം അച്ഛച്ചിയും എപ്പോഴും പറയും, പഠിക്കണം മോനെ, പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഉന്നതിയുള്ളൂ. മോട്ടിവേഷനായിട്ട് കുടുംബത്തിന് വെളിയിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല, എല്ലാവരും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഓക്കെ. അപ്പോൾ അച്യുത് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു കോളേജിൽ തന്നെ അച്യുതിന് അഡ്മിഷൻ ലഭിക്കട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ്. ഓക്കെ. അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു സാർ. എന്താ പറയുക, വളരെ വിലപ്പെട്ട കുറച്ച് സമയങ്ങളാണ് നമുക്ക് വേണ്ടി തന്നത്. സോ താങ്ക് യു ഫോർ ദാറ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.